എന്താ എൻ്റെ മലയാളം അത്ര ശരിയല്ല. അതെ, കുറേ പടം കണ്ടിനി മലയാളം. അതിൻ്റെത് മലയാളം ഇപ്പോൾ എൻ്റെ കാസർഗോഡ് മഞ്ചേശ്വര സ്ഥലമാണ് എൻ്റെത്. ഇഷ്ടപ്പെട്ട പടം. താങ്ക് യു സോ മച്ച്. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ശരിയല്ലേ? താങ്ക് യു സോ മച്ച്. എന്താ പറയപ്പ, എൻ്റെ ഐഡിയ പോയി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? ഹൗ ഡു യു ഫീൽ? സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? രവിയണ്ണൻ സൂപ്പർ ആയിരുന്നു. ആൻഡ് ഗുരുജിയെ കണ്ടപ്പോൾ മുതൽ നമ്മൾ ചിരിയോട് ചിരിയായിരുന്നു. യെസ്. ആൻഡ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഒരു ഗ്രേറ്റ് പാർട്ട് ഉണ്ടായിരുന്നു അല്ലേ? യെസ്, സന്ദീപ് തുളസിദാസ്. സന്ദീപ് ആക്ച്വലി മലയാളിയാണ്. സന്ദീപ് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് കിഡിലനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരുപാട് മ്യൂസിക് വരുന്ന ഒരുപാട് ഏരിയാസ് ഭയങ്കര കിഡിലനായിരുന്നു അല്ലേ? ആൻഡ് ഇവിടെ ഇന്ന് ആക്ച്വലി നമുക്ക് ആദ്യം നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാം അല്ലേ? റെഡി? യെസ്. സോ ആദ്യം നമുക്ക് നമ്മുടെ ഗുരുജീനെ ഇൻവൈറ്റ് ചെയ്യാം. യെസ്, ലെറ്റ്സ് വെൽക്കം രാജ് പി ഷെട്ടി. ആൻഡ് അവർ ഡയറക്ടർ, റൈറ്റർ, ആക്ടർ എല്ലാ ഏരിയയിലും ഭയങ്കര കിഡിലനായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളതാണ്. യെസ്, ലെറ്റ്സ് വെൽക്കം JP തുമ്നാട് സാറിന് ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സർ. ആൻഡ് ആക്ടർ ഷനിൽ ഗൗതം. പ്ലീസ് വെൽക്കം സർ. ആൻഡ് മ്യൂസിക് ഡയറക്ടർ സന്ദീപ് തുളസിദാസ്. Let's invite Harita, our singer. So, first thanks to DQ Productions, Wefel Productions ആണ് ഫസ്റ്റ് താങ്ക്സ് പറയേണ്ടത്. ഒരു കിഡ്ലൻ കൈയ്യടി വേണം. ബിക്കോസ് ഇത്രയും ഒരു കിഡ്ലൻ പടം നമ്മുടെ മലയാളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന വെഫൽ ഫിലിംസ് ആണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെഡി? ആൻഡ് നമ്മൾ ഇന്ന് കണ്ട സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒത്തിരി പേര് ഇങ്ങനെ കൈ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ ഒരു ഫുൾ പാക്കേജ് ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു അല്ലേ? ആൻഡ് വി ഹാവ് അവർ പ്രൊഡ്യൂസർ, ആക്ടർ. സോ ലെറ്റ്സ് വെൽക്കം രാജ് പി ഷെട്ടി. വി നോ ദാറ്റ് യു സ്പീക്ക് മലയാളം വെരി വെൽ. ചെറുതായിട്ടല്ല, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലേ? യെസ്, പ്ലീസ് വെൽക്കം സർ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ ദ റെസ്പോൺസ്. അവിടെ കർണാടകത്തിലെ ഒരു ചെറിയ പടം ഇത് ഇപ്പോൾ പക്ഷേ ഒരു 1 വീക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ അത് ഒരു സൂപ്പർ സ്റ്റാർ പടൻ്റെ പോലെ കളക്ഷൻ ഉണ്ട്, നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. സോ വി വേർ ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ഫസ്റ്റ് ഡയറക്ടോറിയൽ ഇൻ കന്നഡ. ഇവരുടെ ആദ്യത്തെ ഡയറക്ടോറിയലാണ്. So we always loved Malayalam cinemas and we are inspired by Malayalam cinemas. So we just wanted to see how would the response be. And thank you so much. We really loved how you responded. Let's see how will the crowd. So yeah, as I said, our team was always inspired by the content that always get produced in Malayalam and Kerala. So we just wanted to see ഇവിടുത്തെ റെസ്പോൺസ് എങ്ങനെ കിട്ടുമെന്ന്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ഓഡിയൻസിന് മുമ്പ് വരുമ്പോൾ എന്താ റെസ്പോൺസ് കിട്ടും. ഐ എം വെരി എക്സൈറ്റഡ് ടു സീ ആൻഡ് താങ്ക് യു. ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. ആൻഡ് ഓൾസോ ഐ വോണ്ട് ടു താങ്ക് Wayfarers for trusting us and always standing beside us. Thank you so much. Thank you. താങ്ക് യു സോ മച്ച്. ആൻഡ് വി ഹാവ് സം മോർ ഗസ്റ്റ്. ആക്ച്വലി ഇന്ന് മൂവി കാണാൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത കുറച്ച് ഗസ്റ്റ് ഉണ്ട്. ലെറ്റ്സ് വെൽക്കം വൈശാഖ് സർ. വൈശാഖ് സർ ഒന്ന് താഴോട്ട് ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. എന്താ എല്ലാവരും സിനിമ കണ്ടില്ലേ? കിടിലനായിട്ടുണ്ടല്ലോ. ഞാൻ ഈ സിനിമ രാജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതാണ് നമ്മുടെ കോൺഫിഡൻസ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് വന്നത്. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ടല്ലോ, ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. First film, brother. Really? Yeah. First film in Kannada. Excellent. First film in Kannada. And he's writer of Kandara. Yeah. Kandara റൈറ്ററാണ് അദ്ദേഹം. സോ കൺഗ്രാജുലേഷൻ എൻ്റെ ടീം. സൂപ്പറായിട്ടുണ്ട്, എക്സലൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ്. എനിക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യും. ബിക്കോസ്
ഞാനൊരു കാസർഗോഡുകാരൻ കൂടി ആയതുകൊണ്ട് ഞങ്ങളുടെ ബോർഡർ ഏരിയയിലാണ് ഈ കഥ നടക്കുന്നത്, ഈ കൾച്ചർ നടക്കുന്നത്. സോ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. കൺഗ്രാജുലേഷൻ. ഇനിയും ഇങ്ങനെയുള്ള സിനിമകളുമായിട്ട് വാ. Thank you, sir. Thank you so much. And now let's welcome Honey Rose. ഹണി റോസ് ഇവിടെ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷം. പടം എനിക്ക് തോന്നുന്നു സൂ ഫ്രം സോ എനിക്ക് തോന്നുന്നു മലയാള പടം അല്ലെങ്കിൽ പോലും നമ്മൾ ഇത്രയും കൂടുതൽ എൻജോയ് ചെയ്ത് ഈ അടുത്ത കാലത്ത് കണ്ട ഒരു സിനിമയില്ല എന്ന് പറയാം. കാരണം വന്നിരിക്കുമ്പോൾ തൊട്ട് അവസാനം വരെയും ചിരിയായിരുന്നു എല്ലായിടത്തുനിന്നും. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചെറിയൊരു സിനിമയാണ്. മലയാളി ആക്ടേഴ്സ് ഒന്നും അല്ലെങ്കിൽ പോലും നമുക്ക് അവരെല്ലാം സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും. മൊത്തം അറിയാവുന്നത് രാജ് സാറിനെയാണ്. അദ്ദേഹത്തെ മാത്രമേ എനിക്ക് അറിയുള്ളായിരുന്നു. പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സിനിമ കണ്ടു. നല്ലൊരു സിനിമയാണ്, കൊച്ചു സിനിമയാണ്. അതിലെല്ലാ കഥാപാത്രങ്ങളും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാ ക്രൂ മെമ്പേഴ്സിനും കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു കന്നഡയിൽ ഇത് ഭയങ്കര ഹ്യൂജ് ഒരു സക്സസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കോടികളുടെ കണക്കാണ് ഒരു ചെറിയ സിനിമ വാരിക്കൂട്ടുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും സാർ. താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇഷ്ടമായി. ഒരു 3 മണിക്കൂർ കൊണ്ട് ഒരു സിനിമ കണ്ടതിനപ്പുറത്തേക്ക് ഒരു വില്ലേജിൻ്റെ ഭാഗമായി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പെട്ടെന്ന് കുറേ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറയാൻ പറ്റുകയെന്ന് പറയുന്നത് അത്രയും ഇൻവോൾവ് ആയതുകൊണ്ടാണ്. രവിയണ്ണൻ, ചന്ദ്രൻ, രമേശൻ, ഗുരുജി, സുലോചന, ഭാനു, സതീഷ്, അങ്ങനെ കുറേ ആൾക്കാർ ഞാൻ അതിൻ്റെ ആ വില്ലേജിലെ ഒരാളായിട്ടാണ് ഈ സിനിമ കണ്ടത്. ഇനി ഇതിൽ കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഭയങ്കര ഇഷ്ടമായി. നിങ്ങളുടെ കൂടെയൊക്കെ സഹകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ മലയാളത്തിൽ വന്ന് അഭിനയിക്കുന്ന പോലെ ഇവിടുന്ന് കൊണ്ടുപോയി കന്നഡയിൽ അഭിനയിപ്പിക്കും. താങ്ക് യു, ലവ് യു. So once again ഒരു ചെറിയ ക്ലാപ്പ് കൊടുക്കാമോ പ്ലീസ്? So once again let's welcome ജിതിൻ കെ ജോസ്. എനിക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ തന്നെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സിനിമ കണ്ട ഒരു പ്രതീതിയായിരുന്നു. ഭയങ്കര എന്റർടൈനിങ്, ഭയങ്കര ആദ്യം തൊട്ട് അവസാനം വരെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. മുജീബ് സാറിനെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ജോയിൻ. ഐ ലവ് ദ മൂവി. ആക്ച്വലി ഞാൻ കന്നഡ ഫിലിമിൻ്റെ ഒരു പാർട്ടായിരുന്നു ലാസ്റ്റ് 10 years. ഐ യൂസ് ടു വർക്ക് ആസ് എ കീബോർഡ് പ്രോഗ്രാമർ there. ഞാൻ പൂർണ്ണ സാറിൻ്റെ ഒക്കെ പ്രോഗ്രാമറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. യെസ്. സോ ലവ് ദ മൂവി, ഓൾ ദ ബെസ്റ്റ്. ഐ ലവ് ദ മ്യൂസിക്. താങ്ക് യു സോ മച്ച്. എൻ്റെ മലയാളം അത്ര ശരിയല്ല. അതെ, കുറേ പടം കണ്ടിനി മലയാളം. അതിൻ്റെത് മലയാളം ഇപ്പോൾ എൻ്റെ കാസർഗോഡ് മഞ്ചേശ്വര സ്ഥലമാണ് എൻ്റേത്. ഇഷ്ടപ്പെട്ട പടം. താങ്ക് യു സോ മച്ച്. സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ശരിയല്ലേ? താങ്ക് യു സോ മച്ച്. എന്താ പറയപ്പോ, എൻ്റെ ഐഡിയ പോയി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. And now let's welcome Ravi Annan, അല്ലേ? Yes. Namaskaram. Actually, I don't know to speak in Malayalam, sorry for that, but I really Malayalam cinema has been a biggest inspiration for us and all. Like we as a filmmakers love Malayalam cinemas from core of our heart. So I'm extremely happy that our cinema, Sulochana from Someshwara, is releasing in Malayalam, and I hope you people will give all the love and support towards us as you give for all the good films coming out in Malayalam. Thank you so much. So yeah, I got this opportunity through my friend Christo. അയ്യോ, മലയാളം. അപ്പോൾ ക്രിസ്റ്റോ ഉണ്ടല്ലോ, നമ്മുടെ ടെർബോയുടെ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ. അപ്പം ടെർബോയിലെ മ്യൂസിക് ഡയറക്ടർ ക്രിസ്റ്റോ ആണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അങ്ങനെ രാജേട്ടൻ വിളിച്ചു, പുള്ളി ഇവിടെ വന്നു. ഞങ്ങളൊരു 20-25 days സ്കോർ ഉണ്ടായിരുന്നു. രാവിലെ 9 to evening 9 വരെ അങ്ങനെ ചെയ്താണ് തീർത്തത്. ആൻഡ് ഹി ഓൾസോ റാപ്ഡ് ആൻഡ് ഹി ഈസ് ഓൾസോ എ മ്യൂസിക് ഡയറക്ടർ ഓൺലി. ലൈക്ക് ഞങ്ങൾ രണ്ടുപേരുടെയും കൊളാബറേഷൻ ആണ് ഈ സ്കോർ. ആക്ച്വലി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മോർ ദാൻ വർക്കിംഗ് വിത്ത് ഇൻക്രെഡിബിൾ ആർട്ടിസ്റ്റ്, ദീസ് ആർ ഓൾ ലൈക്ക് റിയലി ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ അതും വളരെ റെയർ ആണല്ലോ, നല്ല അടിപൊളി ഹ്യൂമൻ ബീങ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ദാറ്റ്സ് എ റിയലി നൈസ് തിങ്, നോ?
So cinema is bonus. The first thing is human beings. Yeah, true. താങ്ക് യു താങ്ക് യു സോ മച്ച്. ആൻഡ് ഹരിത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ഞങ്ങൾക്ക് പാടിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു സംസാരിക്കാൻ, ബട്ട് ഞങ്ങൾക്ക് പാട്ട് വേണം. യെസ് പ്ലീസ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയുടെ പ്രീമിയറിൻ്റെ പാർട്ടാവുന്നത് ഇങ്ങനെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. രാജ്ബി ഷെട്ടി സർ, താങ്ക് യു ഫോർ ദ മെസ്സേജ്. കാരണം ഞാൻ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത ദിവസം സർ എനിക്കൊരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് മീൻസ് എ ലോട്ട്. കാരണം ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റായിട്ടും യു ആർ സോ ഹംബിൾ, അങ്ങനൊരു മെസ്സേജ് ചെയ്യാൻ ഉള്ളൊരു കേർട്ടസി കാണിച്ചതിൽ. ഞാനിതിൽ 2 സോങ്ങാണ്, ഇൻട്രോയിൽ വരുന്ന ഒരു സോങ്ങും പിന്നെ ആകാശക്കോണിൽ എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ കുറച്ച് പോർഷൻസാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, വേഫെയർ ഫിലിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ടാമത്തെ, ഞാൻ കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം 2ാമത്തെ ഒരു അസോസിയേഷനാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ ഇതിലേക്ക് സജസ്റ്റ് ചെയ്ത ഔസേപ്പച്ചൻ, ആഷിഖ് ആൻഡ് ദി ഹോൾ ടീം, സന്ദീപ് ആൻഡ് ദ മ്യൂസിക് ഡയറക്ടർ സുമേത്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ആൻഡ് മൂവി കണ്ടതിന് ശേഷം എല്ലാവരുടെയും ഫാനായി. രവി അണ്ണൻ, അശോക് ഏട്ടൻ, ഐ മീൻ ഗുരുജി, എല്ലാവരുടെയും ഫാനായി. അപ്പോൾ എന്തായാലും നമ്മുടെ മലയാളത്തിൽ ഈ മൂവി ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിഷിംഗ് ദി എൻറ്റയർ ടീം ഓൾ ദി വെരി ബെസ്റ്റ്. ആകാശക്കോണിലാരുമില്ലാതെ പാറി തളർന്നു പോയേ, നെഞ്ചകമേ മെഴുതിരി പോലെ താനേ ഉരുകി നീയേ. താങ്ക് യു സോ മച്ച്. ആൻഡ് ലിറിക്സിൻ്റെ പാട്ടൊന്ന് സിജു ചേട്ടനെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. പുഷ്പ ഉൾപ്പെടെ ഒരുപാട് സിനിമകൾക്ക് പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും ഈ ഒരു പടം വളരെ സ്പെഷ്യലാണ് എനിക്ക്. കാരണം ഇത് ഫസ്റ്റ് ടൈം ഞാൻ കഴിഞ്ഞ മാസം അവസാനം രായ് സാറ് എറണാകുളത്ത് എത്തിയപ്പോൾ ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്തു. അപ്പോൾ ഡബ്ബിംഗ് സ്റ്റുഡിയോ വെച്ചിട്ടാണ് ഞാൻ ഈ പടം പൂർണ്ണമായിട്ട് കാണുന്നത്, കന്നഡ വെർഷൻ. എനിക്ക് ആ സമയത്തൊരു എന്താ പറയുക, എന്തൊരു ഫീല്, ഒരു രക്ഷയില്ലാത്ത പടം അപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ പാട്ടുകൾ 6 പാട്ടുകളുണ്ടായിരുന്നു. അതെല്ലാം അതെ. പിന്നെ സാറിൻ്റെ അകത്ത് ഒരു റാപ്പ്, ഇൻട്രൊഡക്ഷൻ സീനിലുള്ള റാപ്പ്. അപ്പോൾ എല്ലാം വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും മലയാളം പാട്ടുകൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. അപ്പോൾ എന്തായാലും ഈ പടം വലിയൊരു ഹിറ്റായിട്ട് മാറട്ടെ, മലയാളത്തിൽ എല്ലാവരും സ്വീകരിക്കട്ടെ എന്ന് ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഒരു മാസ്റ്ററാണ് രാജ് സാറൊക്കെ. രാജ് സാറിൻ്റെ ഒരു സിനിമ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പറഞ്ഞാൽ രണ്ടും കൽപ്പിച്ച് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമയിൽ കുറച്ച് വലിയ അധികം VFX ഒന്നും ഇല്ല, വളരെ കുറച്ച് പോർഷനേ ഉള്ളൂ. പക്ഷേ ഉള്ളത് ഭാഗം വളരെ നല്ല രീതിയിൽ, വേണ്ട രീതിയിൽ മാത്രം VFXന് വേണ്ടിയിട്ട് ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ VFX ആർക്കും മനസ്സിലായിട്ട് വിചാരിക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ പരാജയമാണ്. അപ്പോൾ എനിവേ എന്തെങ്കിലും ഇതൊരു ഭാഗമായതിൽ വളരെ അധികം നന്ദി, സന്തോഷം. എവരി വൺ നെക്സ്റ്റും എല്ലാ ഭാഗത്തും നിങ്ങൾ വരാമെന്നാണ് താല്പര്യം. ഓക്കെ, താങ്ക് യു. ആൻഡ് ഡിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് രമേഷ് CP, കളർ പ്ലാനറ്റ്സ്. പ്ലീസ് സർ. നമസ്കാരം, എൻ്റെ പേര് രമേഷ് എന്നാണ്, കളർ പ്ലാനറ്റ് സ്റ്റുഡിയോസ് എന്നാണ്. ഞാനും രാജ് സാറും തമ്മിൽ സ്വാതിമുത്തിന എന്നുള്ളൊരു മൂവി തൊട്ടാണ് ഞങ്ങൾ സാറിൻ്റെ മൂവി തൊട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ക്രൂ എല്ലാവരും എനിക്കും പരിചയമുണ്ട്. JP സാറും അതിൻ്റെ അകത്തൊരു ഒരു ഭാഗമായിരുന്നു. അന്നേ എൻ്റെ അടുത്ത് പ്രവീൺ ശ്രീയാൻ സാർ, പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു JP സാറാണ് അടുത്ത മൂവി ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ എനിക്ക് ആ സമയത്തോട്ട് എനിക്ക് അറിയാം. പിന്നെ ഒരു സാറിനെ എനിക്കറിയാം, കാന്താര തൊട്ടുള്ള എല്ലാത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ക്രൂവിനെല്ലാം പൊതുവെ എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. അപ്പം പിന്നെ ടോബി അതുപോലുള്ള മൂവിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനുള്ള വർക്കിന് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് സൂ ഫ്രം സോ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയതിനും. നമ്മുടെ DOP ഉണ്ട്, DOP ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല, ചന്ദ്ര സാറ്. അപ്പം ചന്ദ്ര സാറിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പുള്ളിയും മീൻസ് വിഷ്വൽ സൈഡ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല നന്നായിട്ട് പുള്ളി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് എല്ലാം. ഓക്കെ, താങ്ക് യു. ഗംഭീരമായിരുന്നു. അപ്പോൾ അതിൻ്റെ പാട്ടിൽ ഉള്ള ഒരാളെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ലെറ്റ്സ് വെൽക്കം ടാസി. എൻട്രി സോങ് പാടിയിട്ടുണ്ടായിരുന്നത് ടാസി ആയിരുന്നു. ടാസി ഒരു ആക്ടറാണ് അല്ലേ? യെസ്. ഹലോ, ആദ്യമായിട്ടാണ് ഞാനൊരു സിനിമയുടെ ഭാഗമാകുന്നു. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് ട്രാക്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷാമോൻ വഴി എനിക്കൊരു കണക്ഷൻ ഉണ്ടാവുകയും ആഷിക്കേട്ടൻ, ഹമീദിക്ക അവർ വഴിയാണ് എനിക്കിത് പാടാൻ പറ്റിയത്.
അപ്പോൾ രാജ് സാറിൻ്റെ ഒക്കെ എൻട്രി സോങ് പാടാന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു സ്വപ്നമായിരുന്നു. ആക്ച്വലി എനിക്ക് ഈ സിനിമയുടെ ഇപ്പോഴത്തെ എഫക്റ്റ് അറിയാൻ പറ്റും. കാരണം ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്, ഇന്ന് രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ പടം നല്ല രീതിക്ക് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ പാടണം എനിക്കറിയില്ല, സീരിയസ് ആയിട്ട് എനിക്കറിയാം. അത് വരി ഓർക്കുന്നില്ല, അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാട്ട് പറഞ്ഞ പാടണം. ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ടും. എൻ്റെ പാട്ട് ഞാൻ ജസ്റ്റ് ഒരു ടെൻഷൻ ആയതുകൊണ്ടല്ല, എല്ലാവരും കണക്ട് ആവുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പാടാം. ഓക്കെ ഇത് റാപ്പാണ്. കൊടുമക്കം മതി എന്ന് പറഞ്ഞൊരു പരതിന്റെ ചിറകുകൾ അരയുവും പരതിക ചുരുകിയ തിരിച്ചൊരു പരജ് കൊണ്ട് അടയ്ക്കുവാൻ തരയ്ക്കുമോ തിരികെട്ട് ചീരുമോ സിരയിൽ കളവില്ല കുരുതിയിൽ കരുണയ്ക്ക് പഴമ്പില്ല കടക പിന്നടി കൊണ്ട് തിരുമിച്ചിരിടമില്ല ചിരിമതിയിന് മുതൽ അടിമുടി അടിപിടി വെല്ലുപിടി പുള്ളത്തിന് വിടയില്ല. കടമെടുത്തൊരു പണം അതുകൊണ്ട് തടമെടുക്കണം. ആ ഇടത്തിൽ കടത്തമ കരപ്പിടിക്കണം. ചിലവെടുത്തൊരു കടുപ്പത്തിനിടത്തിൽ മടകൾ പൊട്ടിക്കണം. തീയിൽ കുരുത്തവൻ വെയിൽ തൂവാടില്ല തീയ കുരുത്തവൻ തോറ്റുകൊണ്ട് ഓടില്ല. നേര് പറഞ്ഞവൻ നെറുകെട് കാട്ടില്ല ചേരി തിരിഞ്ഞവൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സോ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ക്രൂ ആൻഡ് ടെക്നിക്കൽ സൈഡിൽ നിന്ന് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. ഇവിടുന്ന് നമുക്ക് മീഡിയയുടെ പാർട്ടിൽ നിന്ന് തുടങ്ങാം അല്ലേ? റെഡി അല്ലേ? യെസ്.